ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ് ജാർ കേക്ക്. ഞാനിന്ന് തയ്യാറാക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ട്രെസ് ലെച്ചസ് ജാർ കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റാണ് ഇതിന്. നമുക്ക് സെയിൽ ചെയ്യാൻ മാത്രമല്ല ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റിയ ഒന്നാണ് ഈ ജാർ കേക്ക്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിന്ന് OTGയിലല്ല കേക്ക് ഉണ്ടാക്കുന്നത്, സ്റ്റൗവിലാണ്. ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലൊരു തട്ട് വെച്ച് ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുക്കറിലാണെങ്കിൽ കുക്കറും ചൂടാക്കാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് 1/4 കപ്പ് മൈദ മാവ് അളന്നെടുക്കാം. മാവ് അളന്നെടുക്കുമ്പോൾ വേറൊരു കപ്പ് കൊണ്ട് കോരി അളവ് കപ്പിലേക്ക് ഇട്ടിട്ട് ലെവൽ ചെയ്ത് വേണം മാവ് അളന്നെടുക്കാൻ. 240 ml കപ്പിൽ 1/4 കപ്പാണ് വേണ്ടത്. 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ചെടുത്ത് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ബീറ്റ് ചെയ്യണം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ഒഴിച്ചാൽ പിന്നെ 1/2 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് ചേർക്കാം. എസൻസ് ഒരു 7-8 ഡ്രോപ്സ് ചേർക്കേണ്ടി വരും. എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ, ഒരുമിച്ചിട്ട് കൊടുക്കരുത്. മാവ് ഒരുമിച്ചിട്ട് വേണമെങ്കിൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഒരിക്കലും ഒരുപാട് ബലം കൊടുത്ത് ഇളക്കി കൊടുക്കരുത്. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഫോൾഡ് ചെയ്യാം. പാലെടുക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലെടുക്കരുത്. ഒരുപാട് ചൂടുള്ള പാലും എടുക്കരുത്. ചെറിയ ചൂട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അങ്ങനെയുള്ള പാല് മാത്രമേ എടുക്കാവൂ. 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിൽ ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് പാത്രത്തിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് 40 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. 40 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് തന്നെ വരുന്നുണ്ട്. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റാം. കേക്ക് ഒന്ന് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 3 ജാർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ജാറ് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. 30-35ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ്. ഇനി കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ജാറിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കേക്ക് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം.
കേക്ക് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അര കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ 3 പാലും കൂടെ ചേർത്തിട്ട് കേക്കിൽ ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് ട്രെസ് ലെച്ചസ് കേക്ക് എന്ന് പറയുന്നത്. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ജാറിലേക്ക് 1 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഈ പാലൊഴിക്കുമ്പോൾ നന്നായിട്ട് കേക്കിൽ പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് അടുത്ത പീസ് കേക്ക് വയ്ക്കാം. ഓരോ പീസ് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ പീസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് വീണ്ടും പാലിൻ്റെ മിക്സ് ഒഴിക്കാം. നന്നായിട്ട് തന്നെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഈ പാലും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഈ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. മുകളിൽ വിപ്പിംഗ് ക്രീം വയ്ക്കാം. മൂന്ന് ലെയറായിട്ട് കേക്ക് വയ്ക്കണം. മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് പാലൊഴിക്കാം. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാനായതുകൊണ്ടാണ് ഇതുപോലെ പൊക്കത്തിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം വയ്ക്കുന്നത്. അല്ലെങ്കിൽ അടച്ചിട്ടാണ് സെയിൽ ചെയ്യാനാണെങ്കിൽ കുപ്പി ജാർ അടച്ചിട്ടാണ് സെയിൽ ചെയ്യാനുള്ളത്. അതുകൊണ്ട് കുറച്ച് വെച്ചാൽ മതി, അടയ്ക്കാൻ പാകത്തിന് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാനായിട്ട് തോന്നും. അത്രയും നല്ലൊരു കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.